ഹേയ് ഗായ്സ്, അപ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. സൗണ്ടൊന്നുമില്ല, ചുമയും കുറച്ച് വയ്യ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന മേനോടെ കുറേ ചാറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അതിനുശേഷം ഇന്നലെ മേന കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് നമുക്ക് മോനിക്ക് വേണ്ടി ഒന്നിച്ച് ജീവിക്കാം, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നിനോട് അടുക്കാൻ നിന്നില്ല. ഇന്നലെ അപ്പോൾ ഫസ്മിനെയും മേനും തമ്മിൽ ഒരു ഇൻ്റർവ്യൂക്ക് ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. ഇന്നലെ ഇപ്പം എൻ്റെ അനിയത്തി പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടു. എന്നെ അഭിനയം എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് അഭിനയിച്ച് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ കുട്ടീനെ, ഞാൻ കമൻറ്റ് ഇവിടെ കൊടുക്കാം, കുട്ടീനെ എന്തോ ആക്കും. അത് ഈ പറയുന്നത് മേനാസിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാത്രേ. അതെന്തായാലും അറിയാണ്ടവരൊന്നും പറയൂല. അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പം അനിയത്തി എന്നെ വിളിച്ചിട്ട്, എടി ഇങ്ങനൊരു കമൻറ്റ് കണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മുടെ അവിടെ ഒരു ഇഷ്യൂ നടന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വണ്ടി ഓടിക്കുന്ന ആളെന്ന്. ആ ആൾ നമ്മുടെ ഇടയപ്പുറം അവിടെ ജംഗ്ഷനിലുണ്ടായിരുന്നു. ആ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായി. അവനെ പോയിട്ട് മേനാസിൻ്റെ ഫ്രണ്ട്സും കൂടി തല്ലിക്കൂട്ടി അവൻ്റെ ഫോൺ വാങ്ങിച്ചെടുത്ത് ജംഗ്ഷനിലുള്ള ഒരുപാട് പേര് പറഞ്ഞ ആ ചെക്കനെ തല്ലിക്കൂട്ടിന്ന്. തിരൂരിൽ വെച്ചിട്ട് തല്ലാൻ നിന്നപ്പോൾ ഞാൻ എതിർത്തുകൊണ്ടാണ് അവനെ തല്ലാതിരുന്നത്. ഇന്നലെ എന്നിട്ട് കൂട്ടുകാരും കൂടി വന്നിട്ട് ഞാൻ കണ്ടതാ മേനുവിൻ്റെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് മേനുവിൻ്റെ കൂട്ടുകാരൻ ഓടിപ്പോന്ന് മേനു വണ്ടി ഓടിക്കുന്നത് ഓടിപ്പോണത് ഞാൻ കണ്ടത് എൻ്റെ കണ്ണുകൊണ്ട്. അതിന് മുന്നാണ് ഈ ചെക്കനെ തല്ലിക്കൂട്ടിയിട്ട് എൻ്റെ കാറിലിട്ടിട്ട് അവനെ കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു GPS ഉണ്ട് വണ്ടിയിൽ. ലൊക്കേഷൻ നോക്കുമ്പം വണ്ടി മൂവിങ് ആണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അത്താണിക്കാണ് വണ്ടി ഉള്ളത്. എനിക്കറിയാം ഫസ്മീന എല്ലാവരും ഉണ്ടെന്ന്, എല്ലാവരും എറണാകുളത്തുണ്ടായി. ഇന്നലെ ഇൻ്റർവ്യൂ എറണാകുളത്ത് നിന്നാണ് പറഞ്ഞത്. എനിക്കറിയാം എല്ലാവരും ഉണ്ടെന്ന്. അതുകൊണ്ട് അപ്പം തന്നെ പോലീസുകാരെ വിളിച്ച് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി. ഞാൻ ആ രാത്രി പോയിട്ട് 1 മണി വരെ ഞാൻ സ്റ്റേഷനിലിരുന്ന് ഇതിൻ്റെ പുറകെ. എന്നിട്ട് ആ ചെക്കനെ വീഡിയോ എടുപ്പിച്ച് അവനെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസുകാർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇവരെന്നെ ഒന്നും ആക്കിയില്ല, ഇവരെന്നെ ഒന്നും ചെയ്തില്ല, ഇവരെന്നെ തട്ടിക്കൊണ്ടുപോയില്ല, അങ്ങനെയൊക്കെ പറയിപ്പിച്ചു അവനെ കൊണ്ട്. അവനക്ക് വേറെ വഴിയില്ല, കാരണം അത്രയ്ക്ക് തല്ലിക്കൂട്ടിയിട്ടാണ് അവനിവിടെ പറഞ്ഞത്. പാവം ചെക്കൻ. ഇന്നലെ അത്ര ഇഷ്യൂ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ വന്നപ്പോൾ അവൻ പറഞ്ഞു എന്നെ തല്ലി, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കുറേ വീഡിയോ പിടിപ്പിച്ചു, മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഫസ്മീന, കാര്യങ്ങൾ, കൂട്ടാളികൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഇന്നലെ ഇപ്പോൾ ആ തല്ലിയിട്ട് മുഖത്തൊന്നും അവൻ്റെ ഒരു പാടില്ല. അവൻ്റെ ഫോൺ നശിപ്പിച്ചപ്പോൾ സാറുമാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഫോണ് വണ്ടി കയറിയതാന്ന് പറഞ്ഞു. കാരണം അവരുടെ മുന്നിൽ നിന്ന് അവനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവൻ്റെ വീഡിയോ ലീക്കാക്കുമെന്ന് പറഞ്ഞു. അതിന് ശേഷം ഇന്നലെ ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തലക്കടി കിട്ടിയിട്ടുണ്ട്. അവൻ്റെ 3 വട്ടം അവൻ ഛർദ്ദിച്ചത്. അതുകൊണ്ട് ഇന്നലെ രാജഗിരിയിൽ അവനെ കൊണ്ടുപോയേക്കായിരുന്നു രാത്രി. എന്നെ വേണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇമ്മാതിരി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടെങ്കിൽ അതിപ്പോൾ ഫസ്മിനാണെങ്കിലും അവളുടെ കെട്ടിയവനേ ഇല്ലല്ലോ, തൊലാക്കല്ലേ എന്നാണ് പറഞ്ഞു. ഇവർക്ക് രണ്ടാൾക്കും പിന്നെ എന്താ നമ്മളോട് ഇത്ര ഇത് എനിക്കറിയത്തില്ല. ഇപ്പം എൻ്റെ കെട്ടിയവനോട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഇങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിക്കാം. എന്നാൽ പിന്നെ നമ്മൾ വിട്ടുകൂടെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ. അതുപോലെ ഫസ്മിനല്ലല്ലോ അവന് താല്പര്യമില്ല, പിന്നെ അവരെയും വിട്ടുകൂടെ. ഇതിപ്പോൾ ഇന്നലെ ആ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് തന്നെ ഇപ്പോൾ എനിക്ക് സ്റ്റേഷനിൽ പോകണം. ഒരു ലൂപ്പ് പോലത്തെ സംഭവത്തിലാണ് ഞാൻ പെട്ടേക്കണം. ഇവരത്ര പ്ലാനിങ് ആണ്. തിരൂരുണ്ടായിട്ട് എന്നെ കാസർഗോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫസ്മീന പറയും, എടി കാസർഗോഡ് പോ, ഞാൻ ചാറ്റ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. മേനു പറഞ്ഞു നീ എൻ്റെ കൂടെ വാ, അങ്ങനെ പറഞ്ഞിട്ട് ഇവർ എന്തൊക്കെയോ പ്ലാനിങ്. ഇന്ന് ഈ അടുത്തൊരു സ്ക്രീൻഷോട്ട് ഞാൻ അതും കൊടുക്കാം. ഫസ്മിനായിട്ട് മേനെ ചാറ്റ് ചെയ്യുന്നതാണ്. അവൾ ഒളിച്ചോടിയെന്ന് പറയണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവർ വെൽ പ്ലാൻഡാണ്. ഇന്നലത്തെ ഇൻ്റർവ്യൂ അതുപോലത്തെ പ്ലാനാണ്. ഇന്നലത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടായിരിക്കണം ഇവിടെ വന്നിട്ടുണ്ടാവണേ. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലേക്ക് വന്ന്, കാരണം എനിക്ക് അപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. എന്നെ എന്താക്കും, കുട്ടീനെ എന്താക്കും എനിക്കറിയില്ല. അതും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ഈ മെഹനാസ്. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതിൽ നിന്നൊന്ന് ഊരി വരിക. കേസ് കൊടുത്ത് കോർട്ടിൽ കേസ് കൊടുത്ത് അതായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു ലൂപ്പ് കണക്കിന് കറങ്ങി ഇതിൽ കിടന്ന് തന്നെ ബുദ്ധിമുട്ടി. ഇന്നലെ രാത്രി ഞാൻ ആ കുട്ടീനെ എടുത്തിട്ട് ആ സ്റ്റേഷനിലേക്ക് പോയത്. എൻ്റെ അനിയത്തി വന്നിട്ട് അനിയത്തി കൊച്ചിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് 1 മണി വരെ ഞാൻ സ്റ്റേഷനിൽ ഇരുന്നത്. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ പോകണം. എനിക്കാണെങ്കിൽ മേനുവിൻ്റെ ഉപ്പാനെ ഒന്നും ഇടങ്ങേറാക്കാൻ ഇഷ്ടമല്ല, കാരണം അവർ പാവങ്ങളാണ്.
അവർക്ക് തന്നെ ഈ മോനെ കൊണ്ട് അത്രയ്ക്ക് തൊല്ലയുള്ളത്. എന്നാലും ആ ചെക്കൻ അമ്മാതിരി തല്ലിക്കൂട്ടിയിട്ട് ഇടങ്ങേറായിപ്പോയി. അപ്പോൾ ഇന്നിപ്പോൾ സ്റ്റേജിൽ പോകണം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതെനിക്ക് എടുത്ത് വെക്കണം എൻ്റെ ഒരു ധൈര്യത്തിന്. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെക്കണേ. ഓക്കെ.